നമുക്ക് കാലാവസ്ഥയുടെ കാര്യം ഒന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിഞ്ഞു വരാം. നമുക്കിപ്പം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ ഉണ്ട്. നിത കെ ഗോപാൽ മാം, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നിത മാം, ഈ ഒരു ഇരട്ട ചക്രവാത ചുഴി വന്നു, കനത്ത മഴ കിട്ടി, വീണ്ടും ഒരു ന്യൂനമർദ്ദം ഗുജറാത്തിന്റെ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. വരും ദിവസങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ് നിത മാം? ഈ ന്യൂനമർദ്ദം രണ്ടും നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തൂടെ ആയതുകൊണ്ട് വളരെ വടക്കാണത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ നേരിട്ടത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ നമ്മൾ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി ഇപ്പോഴും, തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ, കാലവർഷക്കാറ്റിൻ്റെ ശക്തി ഇപ്പോഴും തുടരുന്നതുകൊണ്ട്, ശക്തിയായ കാറ്റ് തുടരുന്നതുകൊണ്ട് ഇന്നും നാളെയും നമുക്ക് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്ന് നമ്മൾ വടക്കൻ ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡും ഈ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. അല്ലെങ്കിൽ അത് കനത്ത മഴയ്ക്ക്, അതായത് 11 സെൻറ്റിമീറ്റർ വരെ എന്നുള്ള നമ്മൾ സാധാരണഗതിയിൽ യെല്ലോ അലേർട്ട് കൊടുക്കുന്ന കാറ്റഗറിയിലുള്ള മഴയെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ജില്ലകളിലെല്ലാം. ഇന്നും നാളെയും അതാണ് സാഹചര്യം. അല്ലാതെ അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്ന മഴയുടെ ഒരു ഇമ്പാക്റ്റും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിന് ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിലുള്ള മഴയെ ഉണ്ടാവുകയുള്ളൂ. ഈ യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ മാത്രം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത. ഈ 2 ദിവസം കഴിഞ്ഞാൽ മഴ കുറയുവാണ് കേരളത്തിൽ. അതെ, അലേർട്ട് മാപ്പ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഈ 2 ദിവസം ഇന്നും നാളെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് വരും. പക്ഷേ വ്യാപകമായിട്ട് എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ലഘുവായ രീതിയിലുള്ള മഴ പെയ്യും. മിതമായതോ അല്ലെങ്കിൽ ലഘുവായിട്ടോ ഉള്ള മഴ പെയ്യും. കാലവർഷക്കാലമല്ലേ, ആ ഒരു രീതിയിലുള്ള സാധാരണ മഴ പെയ്യും. ഈ മറ്റു ന്യൂനമർദ്ദങ്ങളോ ചക്രവാത ചുഴിയോ ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടോ മാം? ഇല്ല, എന്തായാലും ആശ്വാസമാണ്. ഇല്ല. നമുക്കൊരു ഇനിയൊരു ഏകദേശം ഒരു ആശ്വാസമാണ്. ഏകദേശം ഒരു 7-8 ദിവസത്തോളം നമുക്ക് തൽക്കാലം പേടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. ഓക്കെ, താങ്ക് യു മാം. എന്തായാലും 19-ാം തീയതി നാളെ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ നോക്കുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പാണല്ലോ നാളെ. എനിക്ക് മനസ്സിലായി. അവിടെ മഴ തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വരണ്ട കാലാവസ്ഥ ആയിരിക്കില്ല. അത് കാലവർഷക്കാലമാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. പിന്നെ നിലമ്പൂർ മലയോര പ്രദേശമാണ് മലപ്പുറം ജില്ലയുടെ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സാഹചര്യം കൊണ്ട് മഴയുണ്ടാകാം. പക്ഷേ ഒരു കനത്ത മഴയൊന്നും ആവാനുള്ള ഒരു സാധ്യതയൊന്നും ഉണ്ടാവില്ല. അസൗകര്യങ്ങൾ കുറവായിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. താങ്ക് യു മാം, ആശ്വാസകരമാണ്. താങ്ക് യു മാം. നിത മാം, ഹാവ് എ വണ്ടർഫുൾ ഡേ. നിത ഗോപാലാണ് നമുക്കൊപ്പം ചേർന്നത്. നിത കെ ഗോപാൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. നിത മാം പറയുന്നതനുസരിച്ച് 2 ദിവസത്തേക്ക് കൂടി ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കാറ്റിൻ്റെ വേഗത കൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ന്യൂനമർദ്ദം തൽക്കാലം നമുക്കിവിടെ ബാധിക്കില്ല. അതങ്ങ് ഗുജറാത്ത് തീരം കടന്ന് വടക്കോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കാൻ സാധ്യതയില്ല. യെല്ലോ അലേർട്ടിന് സമാനമായ രീതിയിലായിരിക്കും പലയിടങ്ങളിലും മഴയുണ്ടാവുക എന്നാണ് നിത മാം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. കാലവർഷം ഉണ്ടാവും, അത് സാധാരണ രീതിയിൽ മാത്രമാണ്. അതിതീവ്ര മഴ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിത മാം പറയുന്നത്.